നിരപരാധിയും നിസ്സഹായനുമായ യുവാവിനെ വെറും ഈഗോയുടെ പേരിൽ വളഞ്ഞിട്ട് തല്ലിയ പോലീസുകാരെ സർക്കാർ സംരക്ഷിക്കരുത്. ദൃശ്യം പുറത്തുവിടാതെയും ശിക്ഷയായി വീടുകൾക്കടുത്തേക്ക് സ്ഥലം മാറ്റം കൊടുത്തും 28 മാസം സംരക്ഷകരായിരുന്ന സർക്കാർ ഇപ്പോഴവരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. പതിവ് നാടകമാണെങ്കിൽ ശമ്പളത്തോടുകൂടിയ അവധിയാണത്. രാഷ്ട്രീയ താല്പര്യങ്ങൾ താറുമാറാക്കിയ ക്രമസമാധാനം സംസ്ഥാനത്ത് അസഹനീയമായി. ഈ ക്രിമിനലുകളെ പിരിച്ചുവിടണം, അല്ലെങ്കിൽ കുന്നംകുളം ഗുണ്ടകളെ ഒക്കെ തിരുത്തുന്നവരോട് കടക്ക് പുറത്തുനിന്ന് കേരളത്തിന് പറയേണ്ടി വരും. എസ് സന്ദീപ്, സജീവൻ, സുഹൈർ എൻ നുഹ്മാൻ, ശശിധരൻ, പിന്നെ ക്യാമറയിൽ പതിയാതെ അതിബുദ്ധി കാണിച്ച ഡ്രൈവർ സുഹൈർ, ഇവരൊന്നും പിന്നെ സർവീസിൽ ഉണ്ടാകരുത്. ദൃശ്യങ്ങൾ മുക്കാനുള്ള എല്ലാ ശ്രമങ്ങളും കോടതിയിൽ പരാജയപ്പെട്ടതുകൊണ്ട് മാത്രമാണ് 2023 ഏപ്രിൽ 5 തൃശൂർ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നടന്ന ക്രൂരതകൾ പുറത്തു വന്നത്. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് VS സുജിത്താണ് ഇര. രാത്രിയിൽ വഴിയിൽ നിന്ന് സുഹൃത്തുക്കളെ പോലീസ് ഭീഷണിപ്പെടുത്തിയ കാര്യം തിരക്കിയത് ഏമാമാർക്ക് നാണക്കേടായിപ്പോയി. പ്രതികളെ പോലീസ് സ്റ്റേഷനിൽ കയറി പാർട്ടിക്കാർ ഇറക്കിക്കൊണ്ടു പോകുമ്പോൾ നാണമില്ലാതെ കാക്കിയിട്ട് നിൽക്കുന്ന അടിമകളുടെ നാടാണിതെന്ന് ഓർക്കണം. നേതാവ് കളിക്കേണ്ടെന്ന് പറഞ്ഞ് സ്റ്റേഷനിൽ കൊണ്ടുപോയി സുജിത്തിന്റെ ഷർട്ട് കീറിയെടുത്തു. മാലയും മോതിരവും ഊരി വാങ്ങി. കാക്കി ഗുണ്ടകൾ അടിച്ച് കരണം പൊട്ടിച്ചു. ചുരുട്ടിയ മുഷ്ടിക്കും മുട്ടിനും ഇടിച്ചു. ക്യാമറ ഇല്ലാത്ത മുറിയിൽ കയറ്റി കാൽവെള്ളയിൽ ചൂരലിനടിച്ചത് വേറെ. ക്യാമറയിൽ പെടാതെ മർദ്ദിച്ച ഡ്രൈവർ സുഹൈർ ഇപ്പോൾ പഞ്ചായത്ത് ജോലിക്കാരനാണ്. കേസ് പോലുമില്ല. 2 വർഷത്തിനു ശേഷമാണ് കോടതിയുടെയും വിവരാവകാശ കമ്മീഷന്റെയും ഇടപെടലിനൊടുവിൽ ദൃശ്യങ്ങൾ പുറത്തു വന്നത്. പക്ഷേ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ തുടക്കത്തിലെ കണ്ടിരുന്നു. എന്നിട്ടും ശിക്ഷ എന്ന വ്യാജേന വീടിനടുത്തുള്ള സ്റ്റേഷനുകളിലേക്ക് പ്രതികൾക്ക് സ്ഥലം മാറ്റം കൊടുക്കുകയായിരുന്നു. പ്രതികളുടെ സ്വാധീനം നിസ്സാരമല്ല. എന്താണ് സർക്കാരിന്റെ താല്പര്യമെന്ന് കൂടി അറിയേണ്ടതുണ്ട്. സുജിത് കോൺഗ്രസ്സുകാരനായതുകൊണ്ടാണോ? പ്രതികൾ പാർട്ടിക്ക് വേണ്ടപ്പെട്ടവരായതുകൊണ്ടാണോ? രണ്ടായാലും രാഷ്ട്രീയമാണ്. ഈ രാഷ്ട്രീയമാണ് കേരളത്തിലെ ക്രമസമാധാന തകർച്ചയുടെ പ്രഥമ കാരണം. വന്നോണം പൊന്നോണം, ഇത് പിട്ടാപ്പള്ളിയിൽ റിയൽ ഓണം. പിട്ടാപ്പള്ളി ഏജൻസീസ്. മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കി, പോലീസിനെ ഉപദ്രവിച്ചു, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി തുടങ്ങിയ കള്ളക്കേസ് നീക്കങ്ങളൊക്കെ പൊളിഞ്ഞപ്പോൾ ഭീഷണിയും അനുനയവുമായി. അതിനും വഴങ്ങാതെ വന്നതോടെ പണം വാഗ്ദാനം ചെയ്തു. ഭീഷണികളും പ്രലോഭനങ്ങളും തള്ളി 2 വർഷത്തിലേറെ നിയമവഴിയിലൂടെ നടന്ന സുജിത്തിനും കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് വർഗീസ് ചൊവ്വന്നൂരിനും ഒപ്പമുള്ളവർക്കും അഭിമാനിക്കാം. നിങ്ങൾ നടത്തിയത് ജനാധിപത്യ പോരാട്ടമാണ്. സ്വാതന്ത്ര്യവും ജനാധിപത്യവും സോഷ്യലിസവും രക്തനക്ഷത്രവും നിരത്തിയ പതാകക്കാർ തൽക്കാലം ഉപേക്ഷിച്ച രാഷ്ട്രീയം. 2023 പീച്ചി പോലീസ് സ്റ്റേഷനിൽ SI PM രതീഷ് ഹോട്ടൽ ജീവനക്കാരുടെ കരണത്തടിച്ച ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. 5 ലക്ഷം രൂപയുടെ കൈക്കൂലി ആരോപണങ്ങൾ ഉൾപ്പെടെ അന്വേഷണത്തിൽ പുറത്തു വരാനുണ്ട്. ഹോട്ടൽ ഉടമയുടെ കടയിൽ പോലീസുകാരുടെ ബന്ധുവായ പെൺകുട്ടിയുടെ മോഷണം പിടിച്ചതിലുള്ള വൈരാഗ്യമാകാം കിട്ടിയ അവസരത്തിൽ തീർത്തതെന്നാണ് ഹോട്ടൽ ഉടമ പറയുന്നത്. എന്ത് ചെയ്താലും പോലീസ് സംഘടനയുടെയും രാഷ്ട്രീയക്കാരുടെയും പിന്തുണയുണ്ടെങ്കിൽ പേടിക്കാനില്ലെന്ന നിലയാണ്. അധികാരത്തിലെത്തിയ 2016 ജൂണിൽ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ അഭിസംബോധന ചെയ്ത് മുഖ്യമന്ത്രി പറഞ്ഞത് കുറ്റവാളികളെയും പോലീസ് സേനയിലെ അഴിമതിക്കാരെയും വെറുതെ വിടില്ലെന്നാണ്. 2023 6 വർഷത്തിനിടെ ക്രിമിനൽ കേസുകളിൽ 828 പോലീസുകാരാണ് ഉൾപ്പെട്ടതെന്ന് മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു. ഏതാനും പേരെ പിരിച്ചുവിട്ടതല്ലാതെ ഒന്നും സംഭവിച്ചില്ല. അതിന്റെ ഫലമാണ് കുന്നംകുളത്തും പീച്ചിയിലുമൊക്കെ കണ്ടത്. മയക്കുമരുന്ന് കുറ്റവാളികളെയും ഗുണ്ടാ സംഘങ്ങളെയും പേടിച്ച് വഴിയിലിറങ്ങാനാകാത്ത സ്ഥിതിയായി. രാഷ്ട്രീയ പോലീസ് കുറ്റവാളി ബന്ധം നാട് നശിപ്പിച്ചു. അഴിമതിയില്ലാത്ത പോലീസ് സ്റ്റേഷനുകൾ ഉണ്ടെങ്കിൽ ആഭ്യന്തര വകുപ്പ് പട്ടിക പ്രസിദ്ധീകരിക്കണം. വീട് നിർമ്മാണം, ഫ്ളാറ്റ് വാങ്ങൽ, സ്വർണ്ണക്കടത്ത് എന്നിവയിൽ അഴിമതി ആരോപണം നേരിട്ട ADGP MR അജിത് കുമാർ അഴിമതി നടത്തിയിട്ടില്ലെന്ന വിജിലൻസ് റിപ്പോർട്ട് വിജിലൻസ് കോടതി തന്നെ തള്ളിയത് കഴിഞ്ഞ മാസമാണ്. മുഖ്യമന്ത്രി അംഗീകരിച്ചെന്ന് പറഞ്ഞ ക്ലീൻ ചീറ്റ് അത് സർക്കാരല്ല കോടതിയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാണ് തള്ളിയത്. ഇതാണ് സ്ഥിതി. തുടരും സിനിമയിലെ ജോർജ് സാറിന്റെ ഡയലോഗ് പ്രസക്തമാണ്. 36 വർഷമായടാ ഞാൻ ഈ പോലീസായിട്ട്. ഇതിനിടെ പുറത്തറിഞ്ഞതും അറിയാത്തതുമായ പല ചെറ്റത്തരങ്ങളും ചെയ്തിട്ടുണ്ട്. ഒരു കുറ്റബോധവുമില്ല. 2 ദിവസം കഴിഞ്ഞ് DYSP മെഡലുമായി പുറത്തിറങ്ങുമ്പോൾ ജോർജ് സാർ പഴയ ജോർജ് സാർ തന്നെയാടാ. നീ ആരെയാടാ ഈ പേടിപ്പിക്കുന്നത്? ഇന്നിപ്പോൾ കേരളത്തിന്റെ മുഖത്ത് നോക്കി ഈ വെല്ലുവിളി നടത്തുന്നത് പോലീസല്ല, അവരെ നിയന്ത്രിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട സർക്കാരാണ്. ജോർജ് സാർക്ക് സിനിമയിൽ മതി, പോലീസിലും രാഷ്ട്രീയത്തിലും തുടരണ്ട.